മണ്ണിനെ പച്ച പുതപ്പിച്ച് ചൂടിൽ നിന്നും രക്ഷ നേടാനുള്ള വഴിയൊരുക്കുകയാണ് കൂത്തുപറമ്പ് പുറക്കളത്തെ അക്ബർ പുതിയാണ്ടി. വിദേശ ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയാൽ സമൃദ്ധമാണ് ഇവിടം. കണ്ണിനെയും മനസ്സിനെയും കുളിരണിയിക്കുന്ന അക്ബറിന്റെ വീട്ടുപരിസരത്തെ ആ നയന മനോഹര കാഴ്ചയിലേക്ക്. തന്റെ വീട്ടുമുറ്റത്തും പരിസരത്തും അക്ബർ വളർത്തുന്നത് ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ നിരവധി മരങ്ങളും ചെടികളുമാണ്. 40-ൽ പരം ഇനം മാവുകൾ, വിദേശ ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയാൽ സമൃദ്ധമാണിവിടം. പിന്നെ ഇതിലിപ്പോൾ ഞാൻ പല വിദേശ പഴങ്ങളും നാടൻ മാവുകൾ, വിദേശ മാവുകൾ ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ കായ്ച്ചിട്ടുണ്ട്, ചിലത് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് അതിൻ്റെ എങ്ങനെയാണെന്നതിൻ്റെ രുചി, അതെങ്ങനെയാണെന്നതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെയാണ്. ഓരോ മാവിൻ്റെ സ്വഭാവങ്ങൾ അനുസരിച്ചിട്ട് എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്യുക, ബഡ് ചെയ്യുക. വീട്ടുപറമ്പിൽ മാത്രമല്ല, വീടിന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡരികിൽ മെയ്ഫ്ലവർ, കണിക്കൊന്ന തുടങ്ങിയവയും നേപ്പർ ഇനത്തിലുള്ള പുൽച്ചെടികൾ തുടങ്ങിയവയും അക്ബർ വച്ചുപിടിപ്പിച്ച് തണലും പച്ചപ്പും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 4 വർഷമായിട്ടും നാട്ടിൽ വന്നിട്ട് അതിനുശേഷം ഈ കനാലിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി അത് ജനങ്ങൾക്ക് സഞ്ചരിക്കാനും അതിൻ്റെ പ്രകൃതി ആസ്വദിക്കുന്ന രീതിയിലുള്ള ചെറിയ പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ പഴയതിലും ഏറ്റവും നന്നായിട്ട് എല്ലാവർക്കും അഭിപ്രായപ്പെടാനുണ്ട്. അത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് മറ്റുള്ളവർ അനുകരിക്കണം, എന്നാലേ നമ്മളെ ഏരിയ മുഴുവനും നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ നല്ല ചൂട് വരുന്നതാണ്, അതിൻ്റെ വ്യതിയാനം നമ്മൾ കാണുന്നതാണ്. നിങ്ങളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കാലാവസ്ഥയെ സംരക്ഷിക്കും. അതിൻ്റെ വ്യതിയാനങ്ങൾ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ജൈവവളങ്ങളാണ് ചെടികൾക്ക് നൽകുന്നത്. പ്രകൃതി സ്നേഹിയായ അക്ബറിന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ പലതരം സസ്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിക്കും മനസ്സിനും ശരീരത്തിനും തണുപ്പും ലഭിക്കുന്നതാണ്. കൂത്തുപറമ്പിൽ നിന്നും ക്യാമറാമാൻ രാഹുൽ രാമകൃഷ്ണനൊപ്പം തേജസ്വിനി മാറോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.